ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മുണ്ടാനൂരാണ്. മുണ്ടാനൂർ എഴുത്തുപറമ്പിൽ ഗിരീഷേട്ടൻ്റെ വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉത്സവ സീസണാണ് അല്ലേ, ഉത്സവങ്ങൾ അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ. അപ്പോൾ അങ്ങനെ ഉത്സവ സീസണിൽ എല്ലാ ഘോഷയാത്രകളിലൊക്കെ കാണുന്ന ഒരാളുണ്ട് ഗിരീഷേട്ടൻ്റെ ഈ വീടിൻ്റെ മുറ്റത്ത്. ഇപ്പോൾ ഏജനറ്റ് ന്യൂസ് ഞങ്ങളെയും കാത്താണ് ഇപ്പോൾ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവനാണ് ഞാൻ ആ പറഞ്ഞ നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിന്ന കുട്ടി കൊമ്പൻ എന്ന് പറയാം. എന്താണ് ഈ കൊമ്പൻ്റെ പേര്? കൊമ്പൻ ഇപ്പോൾ പേര് നമ്മൾ ഇട്ടിട്ടില്ല, നോക്കിയിട്ടൊരു പേരിടണം. തീരുമാനിച്ചിട്ടില്ല. എന്താ നിന്റെ പേരെന്താ? എൻ്റെ പേര് ജാക്സോ. ആനന്ദ്. അപ്പോൾ ഈ മിടുക്കന്മാർ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ഈ കുട്ടി കൊമ്പനെ. ഇതിൻ്റെ കാലൊക്കെ കണ്ടോ, നല്ല അതിമനോഹരമായിട്ട്. ഇത് എത്ര കിലോമീറ്റർ വേണേലും നടക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി, നമ്മൾ ഈ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ കുട്ടിക്കൊമ്പൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. വളർത്താനേ എടത്താനേ. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കൊമ്പൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ചു. അപ്പോൾ വലത്താനെ എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഇടത്താനെ എന്ന് പറയുമ്പോൾ ഇടത്തോട്ടൊക്കെ നമ്മുടെ ഈ കുട്ടി കൊമ്പൻ ചലിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. എന്താ മോനെ പറയാനുള്ളത്, ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇതിപ്പം സാധാരണ ചെറിയ അമ്പലങ്ങളിലൊന്നും ആനേനെ നമുക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ആനയ്ക്ക് പകരം ആവത്തില്ല എങ്കിലും നമുക്കൊരു ആനയുടെ ഒരു രൂപം മാതിരി കൊണ്ടുപോകാൻ പാകത്തിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിന് എല്ലാ അമ്പലങ്ങളിലും എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ. നിങ്ങൾ ഈ ആനയായിട്ട് എവിടെയാണ്, ഏത് ക്ഷേത്രത്തിൽ ആദ്യം പോയത്? ഈ ആനയായിട്ട് ഇപ്പം നമ്മൾ മുണ്ടാനൂർ അയ്യപ്പൻ്റെ ക്ഷേത്രം. എപ്പോഴായിരുന്നു നമ്മുടെ പരിപാടി? ഇന്നലെ രാത്രി. എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പം ഞങ്ങളെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇന്നലെ ഇപ്പം ഇതുവരെ ഇവിടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ അമ്പലത്തിലൊന്നും ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം ജനങ്ങൾക്കെല്ലാം അതിൻ്റേതായ ഒരു അത്ഭുതവും കാര്യങ്ങളും ഉണ്ട്. ആദ്യം കാണുമ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് അതിശയിച്ച് പിള്ളേരെല്ലാം വന്നിട്ടാണെങ്കിൽ തൊടലും നല്ലൊരു ഇതായിരുന്നു, റെസ്പോൺസ് ആയിരുന്നു. ഇതിപ്പോൾ എത്ര ദിവസത്തെ അധ്വാനാണ്? നമ്മളിതിപ്പോൾ 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. 2 ആഴ്ച. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മളിതിപ്പോൾ 4 പേരും പിന്നെ വേറെ ഇവിടെയുള്ള പിള്ളേരെല്ലാം സഹായിക്കാനും എല്ലാം വരുമായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ടീം വർക്കാണ്, 2 ആഴ്ചത്തെ ടീം വർക്കാണ് അല്ലേ? മോനെ സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ പയ്യാവൂർ ഇരുവൂട്. ചിത്രരചനകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ആർട്ടിലൊക്കെ? ചിത്രരചനയല്ല, ഞാൻ കൂടുതലും ക്ലേ മോഡലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ പിന്നെ ആനയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമുക്കത് ആക്കണം. ആനേനെ വാങ്ങണം എന്ന് പറയുന്ന പലരുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അത് നടക്കത്തില്ല. പകരം ഒരു ചെറിയൊരു കൊമ്പനെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങി. അപ്പോൾ സ്വന്തമായി ഒരു ആന സ്വന്തം വീട്ടിൽ തന്നെ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ ഉത്സവകാലങ്ങളിൽ ഇനിയിപ്പോൾ നമുക്ക് ആനേനെ പുറത്തുനിന്നുള്ള ആനേനൊന്നും വിളിക്കേണ്ടി വരില്ല. കാരണം എന്ന് വെച്ചാൽ പട്ടയം പനയൊന്നും കൊടുക്കണ്ട. ഇതിപ്പോൾ നന്നായിട്ട് ചലിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, എത്ര കിലോമീറ്റർ വേണേലും നടക്കാൻ പറ്റും. അതിൻ്റെ ഒരു വിശേഷം, നടത്തത്തിൻ്റെ ഒരു വിശേഷമുണ്ട്. അത് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞുതരാം. എന്താ മോൻ്റെ പേര്? ജാക്സോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുക? +2. എവിടെ? കണ്ടശ്ശേരി. ഇപ്പം ഈ ആനയെ നിർമ്മിക്കാൻ വേണ്ടി വളരെ അധ്വാനിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ പ്രയത്നം? ഇതിലേക്ക് ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? കടന്നുവരുന്ന പറഞ്ഞു കഴിയുമ്പം നമ്മളെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ശരിക്കും നമ്മൾ ഈ പല പ്രദക്ഷിണത്തിനും കുറേ മോഡലിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മോഡലിംഗ് നടക്കാണ്ട് ഒരു സ്റ്റാച്ചു പോലെയല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പല വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്തൂടെ ആളും കൂടെ നടക്കുമ്പം ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും എങ്ങനെയാന്ന്. അങ്ങനെ ഇവൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു, എടാ ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ എന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. ആദ്യം വലിയ ഇതില്ലായിരുന്നു, എങ്ങനെ ആവുമെന്ന് റെസ്പോൺസ് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ ആക്കി വന്നു കഴിഞ്ഞപ്പം നല്ല വൃത്തിയായി. പിന്നെ ഇന്നലെ ഈ പറഞ്ഞ പോലെ മുണ്ടാനൂർ നമ്മൾ പരിപാടിക്ക് ഈ ആനേനെ ഇറക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അവർ പല ആൾക്കാരും വളരെ അതിശയത്തോടെയും അവർ എങ്ങനെയാണ് ഈ ആന നടക്കുന്നതെന്നൊക്കെ നോക്കി അതിൻ്റെ അകത്തോടെയൊക്കെ നോക്കലൊക്കെ ആയിരുന്നു പരിപാടി. അതിൻ്റെ രഹസ്യം നമുക്ക് പൊളിക്കാം അല്ലേ? എന്താണ് അതിൻ്റെ രഹസ്യം? നിങ്ങൾ തന്നെ പറ, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെ പറ. എന്താണ് അതിൻ്റെ രഹസ്യം? നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഉളിക്കലാണെങ്കിലും ഉത്സവങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ആനേനെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാരെ കയറ്റിയിട്ട് നടക്കുന്ന മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പേരുണ്ട്.
ഒരു മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള തല മാത്രം ആട്ടുകയാണ്. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ 2 കാലൊക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെ? വീട്ടുകാരുടെ ആദ്യം ഇത് പറഞ്ഞപ്പോൾ വലിയൊരു റെസ്പോൺസ് ഇല്ലായിരുന്നു. പിന്നെ പണിത് ആക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല, സപ്പോർട്ടായി. ഇതിൻ്റെ ഓരോ പോരായ്മകൾ പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർ അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും അവരൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നമുക്കിത് ആക്കാനായിട്ട് കൂടുതൽ ഇവിടെ ഒരു ശശിയേട്ടൻ എന്ന് പറഞ്ഞൊരു ആശാരി ഉണ്ടായിരുന്നു. ആ ശശിയേട്ടനും പുള്ളീൻ്റെ മോനും എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചു. ഓരോ സാധനം എടുക്കാനും അതിൻ്റെ ഇതിനൊക്കെ ആയിട്ട് ഓരോ ഇതും പറഞ്ഞു തരികയും അവർ. പിന്നെ അതുപോലെ ജാക്സോൻ്റെ ഇവൻ്റെ ഏട്ടായിയാണത്. അപ്പോൾ ഇതിന് പങ്കെടുത്തത് ഇതൊക്കെ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ കലാരംഗത്തെ ഒരു കടന്നുകയറ്റം തന്നെയാണ്. മുണ്ടാനൂരിൽ നല്ല കലാകാരന്മാരുണ്ട്. ഇനിയിപ്പോൾ ആർട്ട് ഡയറക്ടറൊക്കെ ആയിട്ട് വലിയ സിനിമയിലൊക്കെ കാണാം, നമുക്ക് ബോളിവുഡിലൊക്കെ കാണാൻ പറ്റും അല്ലേ? എന്താ പേര്? ജിസ്വിറ്റ്. എങ്ങനെയുണ്ട് ഈ സഹോദരങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ? ആദ്യം കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാനും ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്ന് കണ്ടപ്പോൾ ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും ശരിക്കും ഞെട്ടിച്ചു. ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ആയപ്പോഴത്തേനും മൊത്തത്തിൽ ആള് ഒറിജിനൽ തന്നെ. നൈറ്റൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ഓക്കെയാണ്. ആ ലൈറ്റിൽ അറ്റ്മോസ്ഫിയറിൽ കണ്ടാൽ ഒറിജിനൽ തന്നെയാണെന്ന് പറയും. രാത്രിയുടെ വിഷലൊക്കെ ഉണ്ട്, ഇന്നലത്തെ വിഷലൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഇനിയിപ്പോൾ ഉത്സവങ്ങളിൽ ആനേനെയൊക്കെ ബുക്ക് ചെയ്യാൻ പോകുന്ന അമ്പല കമ്മിറ്റിക്കാർ അതുപോലെ പള്ളിക്കാരൊക്കെ ഇത് നേരെ നമ്മൾ ഈ മുണ്ടാനൂർ വരിക, ഇവരെടുത്ത് വന്ന് അന്വേഷിക്കുക. കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ലൊരു ഘോഷയാത്ര, നല്ലൊരു ആനയെ കിട്ടും. ആനേൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ നാസിക് ഡോൾ ഉണ്ട്, നാസിക് ബാൻഡ്. അപ്പോൾ അത് നമ്മൾ ഈ കൂടെ തന്നെ ഒരൊറ്റ ഇതായിട്ട് ചെയ്യാനാണ്, കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആണോ? ഗിരീഷേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നമ്മളെ സ്വീകരിക്കാൻ ആനയൊക്കെ ആയി. ഇപ്പോൾ ഗിരീഷേട്ടന് സ്വന്തമായിട്ട് ആനയൊക്കെ ആയിട്ടുണ്ട്. മക്കൾ തന്നെയാണ് ആനയൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ. എങ്ങനെയുണ്ടായിരുന്നു മക്കളുടെ ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ? മോശമില്ല, നല്ല അഭിപ്രായമാണ്. മക്കൾ ഇതിനെക്കുറിച്ച് ഈ ആനേനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാധാരണ കാരണന്മാർ ഓടിക്കുകയാണ് ചെയ്യുക. ഞാനും അതുപോലെ ആദ്യം വഴക്കൊക്കെ പറയുക ചെയ്തേടാ, ഇപ്പം പരീക്ഷയുടെ സമയമൊക്കെ അല്ലേ, ഇപ്പം ഇതിന് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് ആക്കി വന്നപ്പോൾ എനിക്കും താല്പര്യം തോന്നി. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് കണ്ടപ്പം തന്നെ നമുക്കും ഒരു കൗതുകം തോന്നി. വളരെ ഗംഭീരമായിട്ട് തന്നെ മക്കൾ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളുടെ ഒക്കെ? നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം എതിർത്തെങ്കിലും പിന്നെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇത് തോന്നി, ഇവനോട് സഹായം. പിന്നെ ഇവന് കുട്ടിക്കാലം മുതലേ ഇവന് ആനക്കമ്പവും കൊട്ടാനുള്ള ഒരു കഴിവുള്ള കുട്ടിയായിരുന്നു. ആദ്യം ഇവൻ ഭിത്തിയിൽ വെക്കുന്ന ഒരു ആനയുടെ ചിത്രമാണ് ഉണ്ടാക്കി. അതിനുശേഷം ഇതിലോട്ട് കയറി പിന്നെ അല്ലാതെ തോക്കുണ്ടാക്കും, പല സാധനങ്ങളും ഇവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ സൃഷ്ടിയിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നലെ ഈ ഫസ്റ്റ് ആന മുണ്ടാനൂർ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം സ്വന്തം നാട്ടിൽ തന്നെ അത് ഒരു പ്രദർശനത്തിനല്ലേ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമുക്കിത് ആദ്യമായിട്ടുള്ള അനുഭവമാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആൾക്കാരുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും, ഇത്രയും ദൂരം നടന്ന മോൻ അവിടെ എത്തണ്ടേ എന്നുള്ള കാര്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു. നല്ല ടീം വർക്കുണ്ട്, കുട്ടികളെല്ലാം കൂടെ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു. അതുകൊണ്ട് ഇതുപോലൊരു ആനയെ ഉണ്ടാക്കാൻ അവൻ്റെ ആഗ്രഹം സാധിച്ചു. ഓക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം നമ്മൾ ഇവരെ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു പിന്നും സേഫ്റ്റി പിന്നൊക്കെ എടുത്ത് കൊണ്ട് ഓടി നടക്കുകയാണ് ഈ അമ്മച്ചി. അപ്പോൾ ഇവർക്ക് നല്ല സപ്പോർട്ടാണ് ഇവർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിലോമീറ്ററോളം ഈ ആനയുടെ കാല് തന്നെ കാണും കേട്ടോ. ഇത് ആനയുടെ കാലാണ്. ഇത് ആനയുടെ കാലാണ്. ശരിക്കും ആനയുടെ കാലിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് കണ്ട ആന, ഇപ്പോൾ ആന ചവിട്ടി മരിച്ചു നമ്മളിപ്പോൾ ആറളം ഫാമിലൊക്കെ കേൾക്കുന്നത് ഇത് അതേപോലെ ആനയുടെ കാലൊക്കെ കൃത്യമായിട്ട് ഇവർ ആ ഒരു ആർട്ടിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട ശരിക്കും ആ വണ്ണമൊക്കെ അതിഗംഭീരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, ഇതിപ്പം ഈ തോക്ക് നിർമ്മിച്ചാരാ? അപ്പോൾ സാധാരണ ആനയുടെ ഒപ്പം പോകുമ്പോൾ നമുക്ക് ആനയുടെ മറ്റേ ആ വടിയില്ല, അതാണ് വേണ്ടത്. തൽക്കാലം ഇവൻ തോക്കൊക്കെ എടുത്തിട്ടാണുള്ളത്. ഇവ മോൻ തന്നെ നിർമ്മിച്ച തോക്കാണല്ലേ? ഇത് എത്ര വർഷം? അല്ല, ഇതിപ്പോൾ കുറച്ചായതേ ഉള്ളൂ, 1 മാസം അടുത്തായതേ ഉള്ളൂ. അല്ലേ? വീട്ടിലിപ്പോൾ നമുക്ക് ഒറിജിനൽ തോക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം മോഡലിങ്ങിനായിട്ടൊരു ഇങ്ങനെ പിറ്റിയിലൊരു തോക്ക് വെക്കണ ഹാളിൽ നിന്നൊരു ആഗ്രഹത്തിൻ്റെ അങ്ങനെ ആക്കിയത്. ഇതൊക്കെ കാണിച്ച് കാട്ടുപന്നിനെ പേടിപ്പിച്ച് ഓടിക്കാം അല്ലേ? അപ്പോൾ അമ്മ എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ പുറത്തിറക്കിയ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയതിന് ആദ്യം നമുക്ക് മുണ്ടാനൂരുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ മുണ്ടാനൂർ ശ്രീധർമ്മ ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റിയോട് തന്നെ ഇവർ നന്ദി അറിയിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിസ്സാര കാര്യമല്ല. ചെറിയ കുട്ടികളാണ് പഠിക്കുന്ന, +2 +1 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വളരെ ഒരു ഭംഗിയാണ്. ഇന്നലെ രാത്രിയിൽ മുണ്ടാനൂരിനെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഘോഷയാത്ര, ഇതിൻ്റെ നടത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി കുറേ നേരമായി ആകാംക്ഷയോടെ നിൽക്കുന്നല്ലേ ഇവന്മാരെ നമുക്കൊന്ന് കാണാം. ഈ കാലിൻ്റെ ഒറിജിനൽ ഉടമകളെ നമുക്ക് ഇതിനകത്തുനിന്ന് വിളിക്കാം.
നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ നടത്തവും ചിരികളും കാര്യങ്ങളും ഇവരുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനിയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. കാരണം ഇന്നലെ ഈ മുണ്ടാനൂർ ക്ഷേത്രത്തിലേക്ക് ഇതിൻ്റെ ഈ ആന എഴുന്നള്ളിയപ്പോൾ 1.5 കിലോമീറ്റർ ആണോ? അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ഇന്നലെ 1.5 കിലോമീറ്റർ നടന്നവരൊക്കെയാണ്, അത് ഇവർ തന്നെയാണ് നടന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുത്ത സമയം, പിന്നെ എങ്ങനെയുണ്ട് നിങ്ങൾ ഇവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? നല്ല സപ്പോർട്ട് തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, എനിക്ക് അവനതിലാക്കിയത് നല്ലൊരു ഇതായിരുന്നു. ഞാൻ അധികം ഇവിടെ ഇല്ലായിരുന്നു, കണ്ണൂർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം ഇവിടെ വന്നതാണ് കുറച്ച് ആവശ്യങ്ങൾ. അപ്പോൾ ഇവന്മാരുടെ പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ആണ് 2 ദിവസം ടീം വർക്കിൽ എങ്ങനെ ഇവിടെ നാട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെ? നല്ല അഭിപ്രായമായിരുന്നു. ഇന്നലെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എല്ലാവരും വരുമ്പോൾ തന്നെ ആന എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നില്ല, വണ്ടിക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ. പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു. എന്തായാലും നല്ല ഗംഭീരമാക്കി മക്കളെ. എന്നറിയോ, കാരണം ഞാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഏജാനെറ്റിലേക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉളിക്കലിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് കണ്ടപ്പം പറഞ്ഞു, മുണ്ടാൻ കുറച്ച് കുട്ടികൾ ഇങ്ങനെ അടിപൊളി ഗംഭീരമാക്കിയിട്ടില്ല ഒരു ആനയെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഷൂട്ടൊക്കെ ചെയ്യണം, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിച്ച രീതിയിലാണ് ഈ മക്കളുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്താ മോൻ്റെ ആഗ്രഹം ഭാവിയിൽ? മെർച്ചൻ്റ് നേവി പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു കലയിനോടുള്ള ആഗ്രഹം കൊണ്ട് നോക്കാം. ഇതിപ്പോൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ചെയ്യുന്നത്. തീർച്ചയായും നമുക്കിഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗുണം. അപ്പോൾ ഒരുപാട് ആർട്സ് കോളേജുകളുണ്ട് അല്ലേ? അപ്പോൾ അവിടെയൊക്കെ തൃശ്ശൂർ, അതേപോലെ തന്നെ തലശ്ശേരി ഉണ്ടോ? നല്ല തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുക ഭംഗിയായിട്ട്. മോൻ്റെ ആഗ്രഹം എന്നാ? എൻ്റെ ആഗ്രഹം, ഞാൻ ആർട്ടിസ്റ്റാണ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭംഗിയായി പോകുന്നു. മോൻ്റെ? ഞാൻ CMA പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CMA. അതെ. ഞാൻ 3D ഡിസൈനിങ് മോഡലിംഗ് 3D ഡോക്ടറാണെന്നാണ്. അപ്പോൾ ഏതാ, ആനേനെയൊക്കെ ചികിത്സിക്കാനാണോ അല്ലെങ്കിൽ മനുഷ്യനെയൊക്കെ ചികിത്സിക്കാനാണോ? മനുഷ്യനെ. ഓക്കെ. അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ്. കാരണം ഒരു നാടിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഒരു നാടിൻ്റെ മൊത്തം ഇന്നലെ ആ ഒരു പ്രദക്ഷിണത്തിൽ ഒരു നാട് മൊത്തം ഇവരെയാണ് നോക്കി കണ്ടത്. കാരണം ഒരു ആനയെ ഒരു കുട്ടി കൊമ്പനെ ഉണ്ടാക്കി ഇവർ 1.5 കിലോമീറ്റർ ആ പ്രദക്ഷിണത്തിൽ ഇവരാണ് ഈ ടീം വർക്കിൽ ഇവരിവിടുന്ന്. ഇനിയിപ്പോൾ ഒരുപാട് അമ്പലങ്ങളിലേക്ക് ഇവരെ നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ജനങ്ങൾ, അമ്പല കമ്മിറ്റിക്കാർ, അതേപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇത് കാണുന്ന ഇവരെ ചെറിയ ചിലവിലല്ലേ, എത്രയായിരിക്കും ഏകദേശം അതിപ്പം പറയണ്ട, അത് നിങ്ങൾ വിളിക്കുമ്പോൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ചുരുങ്ങിയ ചിലവിൽ നമ്മളെ കേരളത്തിനും പുറത്തൊക്കെയുള്ള ആഘോഷങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടിക്കൊമ്പനെ നിങ്ങൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈ മക്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.